നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ഉസ്താൻ. സഫ്ദർ ഹാഷ്മി ദിനാചരണവും MT അനുസ്മരണവും സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സഫ്ദർ ഹാഷ്മി ദിനാചരണവും MT അനുസ്മരണവുമാണ് സംഘടിപ്പിച്ചത്. പൂക്കാട്ടിരി ഗ്രാമീണ വായനശാലയിൽ നടന്ന പരിപാടി എഴുത്തുകാരൻ പ്രദീപ് പേരശന്നൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുസ്തക സംസ്ഥാന കമ്മിറ്റി അംഗം അജിത്രി ടീച്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ വേണുഗോപാൽ, M ബാലൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. മേഖലാ പ്രസിഡന്റ് VKT വിനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ സെക്രട്ടറി TPM സൈനുദ്ദീൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി VP അരുൺ നന്ദിയും പറഞ്ഞു. MT സിനിമകളിലെ ഗാനാലാപനവും അരങ്ങേറി. ആ കുട്ടി കഥാപാത്രങ്ങളെ നമ്മൾ തന്നെ സ്വയം സങ്കല്പിക്കുക. ഈ സിനിമ ഒരിക്കലും അവസാനിക്കരുത്. ഈ സിനിമ അവസാനിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാനാവാത്ത വിധം ഈ സിനിമയെ അല്ലെങ്കിൽ ആവശ്യകത തുടങ്ങി. അങ്ങനെ ആ സിനിമ ഇന്റർവെല്ലായപ്പോൾ ഞാൻ കരുതിയത് സിനിമ കഴിഞ്ഞു എന്നാണ്. ഭയങ്കര നിരാശാബോധത്തോടെ അച്ഛനോട് ചോദിച്ചു, സിനിമ കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞില്ല, സിനിമ പകുതി പോലും ആയിട്ടില്ലല്ലോ. പിന്നെ അതിൽ ഓരോ മുഖത്തായി എഴുത്തുകാരൻ എൻ്റെ ഉള്ളിൽ വീഡിയോ വയ്ക്കുന്നത്. പിന്നീട് അതിനുശേഷം പിന്നെയും വടക്കൻ സിനിമകൾ വന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടി മുതിർന്ന് എനിക്ക് പ്രാപ്തിയായപ്പോൾ എല്ലാ സിനിമകളും MTയുടെ നല്ല എല്ലാ സിനിമകളും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അരാജക ജീവിതത്തിൽ ഒരു ആശ്വാസം. ഞാൻ സുഹൃത്തുക്കളില്ലാത്ത ഏകാഗിയായ ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്നെ എന്തെങ്കിലും ജോലിയും പഠനം കഴിഞ്ഞാൽ എനിക്ക് എന്നെ എന്തെങ്കിലും അർപ്പിക്കണം. അങ്ങനെ ഞാൻ കണ്ട ഒരു മാധ്യമമായിരുന്നു സിനിമ. മലയാള സിനിമകളെല്ലാം കാണും, ഒരു പരിധി വരെ തമിഴ് സിനിമകൾ കാണും. അങ്ങനെ സിനിമ എന്നെ അങ്ങനെ വളരെ ശക്തമായി ആവേശിച്ച് കൊണ്ടിരിക്കുന്ന MTയും സിനിമയും ഒരേപോലെ ആവേശിച്ച് കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് വരുന്നതും ഞാൻ ഒരു സാഹിത്യത്തിൻ്റെ ലോകത്തിൽ, വായനയുടെ ലോകത്തിലേക്ക് എഴുത്തിൻ്റെ MTയുടെയും T പത്മനാഭൻ്റെയും എഴുത്തിൻ്റെ മാസ്മരികത. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ആഘോഷിക്കുന്ന എഴുത്തുകാരനായത്. അതിൽ MT പ്രത്യേകിച്ച് MT സിനിമാ സംബന്ധമായ കലയിൽ മുഴുകിയതാണ്. അതിനപ്പുറം സംഘാടനം ഒരുപാട് ബഹുമുഖ പ്രതിഭയാണ്.